തിരുവനന്തപുരത്തിന് പോവാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല, ഇയാളിവിടെ ഇല്ലാഞ്ഞ കാരണം ഞങ്ങളിപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം ഇവിടുന്ന് തിരിച്ചതേ ഉള്ളൂ. അമ്മ തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് അമ്മയും കൂട്ടി നാളെ തിരിച്ചു വരും. പോയിട്ട് വരാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞുള്ള ട്രെയിനിൽ കായംകുളത്തെത്തി. കായംകുളത്ത് നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവുകയാണ്. അമ്മ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ചെല്ലുന്ന കാര്യം. കാരണം സന്ധ്യ കഴിഞ്ഞ് പോകുന്നത് കാരണം അമ്മ സമ്മതിക്കില്ല. സന്ധ്യ രാത്രിയോടെയല്ലേ അങ്ങ് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 5:30 ആയി കേട്ടോ. പിന്നെ അപ്പോൾ അത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ വഴക്ക് പറയും. അപ്പോൾ അമ്മയോട് പറയാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതാണ്. പിന്നെ തിരുവനന്തപുരത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പോകാമെന്ന് പറയുമ്പം അതിൽപ്പരം ഒരു സന്തോഷം വേറെ ഇല്ലല്ലോ. പഴയ ഓർമ്മകളും എല്ലാം ഇങ്ങനെ കിടക്കരുത്, നമ്മൾ താമസിച്ച സ്ഥലവും എല്ലാം. അപ്പോൾ ഞങ്ങളിവിടെയാണ് പേട്ട പള്ളിമുക്കിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആ സ്ട്രീറ്റിനകത്തോട്ട് കയറി. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിലാണ് അമ്മയുള്ളത്. അപ്പോൾ ഇനി ചെന്നതിന് ശേഷമുള്ള വിശേഷം കാണാം കേട്ടോ. അപ്പോൾ അമ്മയും ആൻറ്റിയും ഞെട്ടി ഞങ്ങളെ കണ്ടിട്ട്. ഇത്ര രാത്രിയിൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും 9 മണിയൊക്കെ ആയി കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ അമ്മയ്ക്കൊരു ഡൗട്ട് അടിച്ചായിരുന്നു, എന്തായാലും ഞങ്ങൾ മക്കളല്ലേ, അപ്പോൾ ഞങ്ങളുടെ സംസാരത്തിൽ നിന്നൊക്കെ അമ്മ പിടിച്ചെടുത്തായിരുന്നു ഇവർ ചിലപ്പോൾ വൈകിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന്. എന്നാലും ഇത്ര ലേറ്റ് ആയത് കാരണം അമ്മയ്ക്ക് ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രാത്രി ചെന്നതുകൊണ്ട്. പിന്നെ ഭയങ്കര ഒച്ചയായിരുന്നു, ഭയങ്കര ചിരി ബഹളമൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ ആ സൗണ്ടെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്തു. പിന്നെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഫസ്റ്റ് പോയത് വരാഹി ദേവിയുടെ അമ്പലത്തിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന റോഡിൻ്റെ അടുത്ത റോഡിൻ്റെ ബാക്കിലായിട്ട് വരും കേട്ടോ. അതായത് ഭഗത് സിംഗ് റോഡിൻ്റെ ബാക്കിലായിട്ടൊക്കെ വരും ഈ അമ്പലം. അത്രയും വർഷം അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിലും ആ അമ്പലത്തിൽ ഞാൻ തൊഴുതിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരാഹി അമ്പലത്തിൽ വന്ന് തൊഴുതത്. ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ തലേന്ന് തന്നെ ഡയാൻറ്റി പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അമ്പലമുണ്ട് മക്കളെ പോണേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ അവിടെ തൊഴുതു രാവിലെ. അത് കഴിഞ്ഞ് ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ അമ്പലങ്ങൾ ഓരോന്നായിട്ട് തൊഴുത് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ശ്രീകണ്ഠേശ്വരത്താണ് വന്നത്. ശ്രീകണ്ഠേശ്വരത്ത് തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ നേരെ പഴവങ്ങാടിയിൽ വരുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, കാരണം അവിടെ എല്ലാം പാട്ടിട്ടിട്ടുണ്ട്. അത് കാരണം എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പഴവങ്ങാടി തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ ആറ്റുകാൽ വന്നു. ആറ്റുകാൽ വന്ന് നാരങ്ങ വിളക്ക് വെച്ചതിന് ശേഷമാണ് അകത്ത് കയറി തൊഴുന്നത് കേട്ടോ. എല്ലാ അമ്പലത്തിലും നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നന്നായിട്ട് തൊഴാൻ പറ്റി. പൊങ്കാലയ്ക്ക് ചെല്ലാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ മാറി. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിൽ, പ്രിയ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നത്. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ ലുലു മാളിൽ കയറിയിട്ടാണ് പോരുന്നത് കേട്ടോ.
ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.